ബോട്ടുകളൊക്കെ മീനുമായിട്ട് വന്നിട്ടുണ്ട്. സാധാരണ നമ്മൾ എല്ലാ ഹാർബറിലും കാണുന്ന പോലെ ഇവിടെയുമുണ്ട് ഈ തൊഴിലാളികൾക്ക് വിശ്രമിക്കാനും അവരുടെ വലകളൊക്കെ തയ്യാറാക്കുന്നതിനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം. ബോട്ടുകൾ ഇപ്പോൾ വരുന്ന ബോട്ടല്ല, കഴിഞ്ഞ നൈറ്റിൽ വന്ന് കിടക്കുന്ന ബോട്ടാണ്. അത് കച്ചവടം തുടങ്ങുന്നത് രാവിലെ 6 മണി മുതൽ കച്ചവടം തുടങ്ങുന്നത്. അപ്പോൾ ഒരു 10-10:30 ആകുമ്പോഴത്തേക്ക് കച്ചവടം കംപ്ലീറ്റ് തീരും. രാവിലെ 7 മണി തൊട്ട് തുടങ്ങുന്ന 6 മണി തൊട്ട് തുടങ്ങുന്ന പണി രാത്രി ഏതാണ്ട് ഇപ്പോഴത്തെ മീൻപിടുത്തത്തിലായിട്ട് രാത്രി 12 മണി വരെ ഇവിടെ മീൻ വന്നുകൊണ്ടിരിക്കുക. ഈ നീണ്ടകര ഈ ഹാർബറിൻ്റെ ഒരു വലിയ പ്രത്യേകതയാണ്. വളരെ മനോഹരമായ രീതിയിൽ ഒരു പൂന്തോട്ടം ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. നീണ്ടകര മത്സ്യബന്ധന തുറമുഖം എന്ന് പറയുന്നത് ചരക്കുകൾ കൊണ്ടുവരിക, അത് വിൽക്കുക എന്നുള്ളത് കൃഷി സംബന്ധമായിട്ട് മറന്നു കിടന്നൊരു ഭാഗമാണ്. ആ സ്ഥലത്ത് ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് എയും ഇവിടുത്തെ കൃഷി ഓഫീസറും ഇവിടെയുള്ള തൊഴിലാളികളും സംയുക്തമായിട്ടാണ് ഇത്രയും നല്ല ഒരു മനോഹരമായൊരു ഗാർഡൻ ഉണ്ടാക്കിയത്. സാധാരണ നമ്മൾ കാണുന്ന പോലെ തന്നെ ഒരുപാട് വാഹനങ്ങളൊക്കെ മീൻ കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ഊഴം കാത്തിങ്ങനെ കിടക്കുകയാണ്. മത്സ്യമൊക്കെ വാങ്ങാൻ ഒരുപാട് പുറത്തു നിന്നുള്ള സാധാരണക്കാരും ഇവിടെ വരുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ ഹാർബറിൽ നമുക്ക് 2 സ്റ്റാളുകൾ കാണാം. ഇത് 1ാമത്തെ സ്റ്റാളാണ്. ഇവിടെ മത്സ്യങ്ങളൊക്കെ ഈ വാനുകളിലും മറ്റു വാഹനങ്ങളിലൊക്കെ കയറ്റി ദൂര സ്ഥലത്തേക്ക് കൊണ്ടുപോകാനുള്ള നടപടിക്രമങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്.
ഇത് ഇവിടുത്തെ ലേല ഹാളാണ്. ഒരു വിലയില്ലാതെ ഹലോ, കൊല്ലം ജില്ലയിലെ നീണ്ടകര ഹാർബറിലാണ്. കൊല്ലത്ത് നിന്ന് ഏകദേശം 8 കിലോമീറ്ററാണ് ഇങ്ങോട്ടുള്ള ദൂരം എന്ന് പറയുന്നത്. നീണ്ടകര ഹാർബറിലെ മനോഹരമായ മത്സ്യബന്ധന കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു സോൾ ഓഫർ മൈസെൽഫ് ഷെരീഫ്. മാന്തലാണ്, മാന്തൽ. കരിക്കാടിയാണ്. പുതിയ ഇത് മറ്റൊരു വെറൈറ്റിയിലുള്ള ഞണ്ടാണിത്. ഇത് കുട്ടൻ കണവ എന്നാണ് പറയുന്നത്. നമ്മുടെ സാധാരണ കാണുന്ന തരത്തിലുള്ള കണവയല്ല, ഇത് വെള്ള കണവയാണ്. ആവോലിയാണ്. കിലോയ്ക്ക് ഇന്നത്തെ വളരെ വില കുറവാണെന്നാണ് പറയുന്നത്. ഇന്ന് 300 രൂപയാണ് ഇപ്പോൾ ലേലം തുടങ്ങിയിരിക്കുന്ന വില. ഇന്നത്തെ വിലയാണ്. എന്നും ഇന്നത്തെ വില മാറിക്കൊണ്ടിരിക്കുന്നതൊക്കെ നമുക്കറിയാവുന്നതാണ്. ഇത് ക്ലാത്തി എന്ന് പറയുന്ന മീനാണ്. ഇത് ഉടുമ്പ് സ്രാവാണ്. ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങുന്ന ഒരു ഹാർബറാണ് ഇന്ത്യയുടെ ഹാർബർ. അതിന്റെ ചരിത്രം തുടങ്ങുന്നത് തന്നെ 16-ാം നൂറ്റാണ്ടിലാണ്. അന്ന് ഇവിടെ പോർച്ചുഗീസുകാരാണ് ഇത് ഒരു ഹാർബറാക്കി തുടക്കമിട്ടെന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും അവരുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് അവരുടെ ട്രാൻസ്പോർട്ടേഷനും അവരുടെ സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്നതിനും അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയായിരുന്നു. അതിനുശേഷം
1953 ഒരു നോർവീജിയൻ പ്രൊജക്റ്റ് ഇവിടെ വരികയുണ്ടായി. ആ നോർവീജിയ എന്ന് പറഞ്ഞ രാജ്യത്തിന്റെ ആദ്യത്തെ വിദേശ പ്രൊജക്റ്റാണ് ഇത് എന്നും പറയപ്പെടുന്നുണ്ട്. എന്തായാലും ആ പ്രൊജക്റ്റിന്റെ വരവോടുകൂടിയാണ് ഇന്ന് നമ്മൾ കാണുന്ന തരത്തിലുള്ള എല്ലാ വികസനങ്ങളും ഇവിടെ വന്നത് എന്ന് പറയപ്പെടുന്നുണ്ട്. മുരള് കണ്ടിട്ടുണ്ടോ? മുരള് സ്രാവ് കണ്ടോ? സ്രാവ് ടൈഗർ പ്രോൺസ്. ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ കിട്ടാത്ത മത്സ്യങ്ങളില്ല എന്ന് പറയേണ്ടി വരും. എല്ലാ തരത്തിലുള്ള മത്സ്യങ്ങളും ഇവിടെ ലഭ്യമാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇവിടെ പല തരത്തിലുള്ള മത്സ്യബന്ധനം നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇവിടെ പിന്നെ വള്ളക്കാരുണ്ട്, ചൂണ്ടക്കാരുണ്ട്, ചെറിയ ബോട്ടുകളിൽ പോയി മീൻ പിടിക്കുന്നുണ്ട്, വലിയ ബോട്ടുകളിൽ പോകുന്നവരുണ്ട്. അങ്ങനെ വിവിധ തരത്തിലുള്ള മത്സ്യബന്ധനം ഈ ഹാർബറിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഇവിടെ ഏത് തരത്തിലുള്ള മീനും ഇവിടെ ലഭ്യമാണ്. മാത്രമല്ല ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് അവധി ഇല്ലെന്നാണ് ഇവിടെ പറയപ്പെടുന്നത്. അതായത് ഒരു ദിവസം പോലും അവധി കൊടുക്കാത്ത ഒരു ഹാർബറാണ് ഈ നീണ്ടകര ഹാർബർ. എന്നും എപ്പോഴും ഇവിടെ നല്ല തിരക്കുമാണ്, നല്ല കച്ചവടം നടക്കുന്ന ഒരു ഹാർബറാണ്. ഇപ്പോൾ ഏകദേശം 500-ലധികം ബോട്ടുകളാണ് ഇവിടെ എപ്പോഴും ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾ ലണ്ടൻ, ബ്യൂട്ടിഫുൾ ലണ്ടൻ, ദിലീപൻ. ഓക്കെ, ഇതാ മത്തി മീൻ ഞങ്ങൾക്കാക വലക്കാർ കൊണ്ടുവന്നാണ്. ഫ്രഷ് ആയിട്ടുള്ള മത്തിയാണ്. അവിടെ ആരെല്ലാം വീഡിയോ, ലൈവ് വീഡിയോ. ഇത് ഇതിന്റെ ഒത്ത കളറൊക്കെ കാണിച്ചേക്കുന്നു ഇതിനകത്ത്. കൊല്ലം നീണ്ടകരയിലെ മത്സ്യബന്ധന കാഴ്ചകളാണ് നമ്മളിതുവരെ പങ്കുവച്ചത്. അപ്പോൾ ഈ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളും ഒക്കെയായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.